ഹലോ, ഇന്നൊരു കുട്ടി വ്ളോഗാണേ. അപ്പോൾ അല്ലി ദുബായ്ക്ക് പോകാനായിട്ട് റെഡിയായി ഇറങ്ങി. അപ്പോൾ അല്ലിയുടെ വീട്ടുകാരും നമ്മുടെ വീട്ടുകാരും എല്ലാവരും ഉണ്ട് യാത്രയാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ നിറച്ചും കുട്ടിപ്പട്ടാളംസാണ്. അതും ഭാഗ്യയും സെയ്തും ഒക്കെ ഉണ്ട്. അപ്പോൾ 3 പേർക്കും മാമിയുടെ കൂടെ ഇരിക്കണം, അങ്ങനെയാണ് ഈ വണ്ടിയിൽ കയറിയത്. അപ്പോൾ മാമിയുടെ മടി ഇരിക്കാൻ വേണ്ടി 3 പേർക്ക് മടിയിലിരിക്കണം, അതിനുള്ള കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇരുന്ന് മടിയിരുന്ന് ഉറങ്ങി. പിന്നെ ഭാഗ്യം കൂടി ആലിയുടെ മടിയിൽ കയറി ഇരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തി. നമ്മളെ വീട്ടിൽ നിന്ന് അരമണിക്കൂർ വേണം എയർപോർട്ടിലെത്താനായിട്ട്. ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ കറക്റ്റ് അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് എത്തും. ട്രാഫിക് ഉണ്ടെങ്കിൽ കുറച്ച് ലേറ്റാവും. വലിയ തിരക്കില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്തി. എയർപോർട്ട് എത്തിയപ്പോഴത്തേക്ക് ആദുക്കുട്ട ഉണർന്നു. ആദുവിന് എയർപോർട്ടിലൊരു വലിയ ഫ്ലാഗ് ഉണ്ടല്ലോ, അത് കാണാൻ ഭയങ്കര സന്തോഷമാണ്. എന്തോ അവന് ഫ്ലാഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ഇവിടെ ഫ്ലാഗ് ഉണ്ട്. അപ്പോൾ അവൻ്റെ വിചാരം മാമി ഇനി എയർപോർട്ടിലാണ് താമസിക്കുന്നത് എന്നൊക്കെയാണ് അവൻ്റെ വിചാരം. മാമൻ ഇവിടെയാണെന്നാണ് ആദൂസിൻ്റെ വിചാരം. അങ്ങനെ അവന് പറഞ്ഞു കൊടുത്തു ഇതും ഫ്ലൈറ്റിൽ പോവും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയില്ല. അവൻ്റെ മനസ്സിൽ എപ്പോഴും ഇവിടെയാണെന്നാണ് വിചാരം. അപ്പം അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അവന് മാമീനെ വിടാൻ ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ അവൻ ആദ്യമേ കരച്ചിലായിരുന്നു, മാമി പോകണ്ടെന്നൊക്കെ പറഞ്ഞ്. അവസാനം മാമി പോകാനായിട്ട് നിന്നപ്പോൾ ഒരു വ്യക്തി മാമീനെ വിടത്തില്ല, മാമിയെ ഞാനും വരണമെന്നും പറഞ്ഞ് എനിക്കൊരു കുട്ടി പാസ്പോർട്ട് എടുക്കുമോ ഞാനും വരണമെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അതിൻ്റെ കരച്ചിലുണ്ടാകും, പിന്നെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കരയാൻ നിന്ന് അല്ലി വരെ കരഞ്ഞ് ടാറ്റയെ കൊടുത്ത് അങ്ങനെ അല്ലി പോയി. അപ്പോൾ പിന്നെ എല്ലാവർക്കും വിഷമമായി. അപ്പോൾ ആ ദിവസം ഭയങ്കര കരച്ചിലാണ്, ഒരു വിധത്തിൽ ഒരു രക്ഷയില്ല, അത്രയും കരച്ചിലായിരുന്നു. പിന്നെ അതിന് അങ്ങോട്ടൊക്കെ കൊണ്ട് നടന്നിട്ടും പിന്നെ കരച്ചിൽ മാറ്റുന്നില്ല. പിന്നെ മുട്ടായി വാങ്ങിച്ചു കൊടുക്കുക, ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.